Hello, dear higher secondary plus 2 students. Here is the English class for you with brief explanation in Malayalam. Please listen and watch. ഹൃദ്യമായ സ്വാഗതം. പ്ലസ് ടുവിലെ ഒരു പ്രധാന വിഷയമായ ഇംഗ്ലീഷ് ആണിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആകെ യൂണിറ്റുകളെയും ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടാം. പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 5 യൂണിറ്റുകളാണ് ഉള്ളത്. 5 യൂണിറ്റുകളിലായി ആകെ 16 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. എല്ലാം വളരെ സിമ്പിളായിക്കൊണ്ടുള്ള ചാപ്റ്റേഴ്സാണ്. ലളിതമായ ഭാഷയാണ് എല്ലാത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രഥമ യൂണിറ്റായ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നതാണ്. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ഇതിൻ്റെ മുഖ്യ വിഷയം പ്രതിപാദിച്ചിരിക്കുന്നത് വിമൻ എംപവർമെൻറ്റ് അഥവാ സ്ത്രീ ശാക്തീകരണം എന്ന സബ്ജക്റ്റാണ്. ഇതിൽ പ്രഥമ ചാപ്റ്ററായി വരുന്നത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ഒരു സ്പീച്ചാണ്. അതിൽ നിന്നെടുത്ത ഭാഗമാണ്. രണ്ടാമതായി വരുന്നത് എനി വുമൺ എന്നൊരു പോയം, കവിതയാണ്. മൂന്നാമത് വരുന്നത് മാച്ച് ബോക്സ്, ഒരു സ്റ്റോറിയാണ്, കഥയാണ്. നാലാമതായി വരുന്നത് ഹൊരേഗല്ലു, ഒരു അനിക്ഡോട്ടാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഒരു യൂണിറ്റ് ആരംഭിക്കുമ്പോൾ അതിൽ ചാപ്റ്റേഴ്സ് 3ഉം 4ഉം ഉണ്ടെങ്കിലും ആദ്യമായി ആ യൂണിറ്റിനെ കുറിച്ച് അതിൽ ഒന്ന് പ്രതിപാദിക്കും. ആ യൂണിറ്റിനെ കുറിച്ച് നമുക്കും നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് യൂണിറ്റിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കി പറയുകയാണ്. ഇതിന് ഏറ്റവും തുടക്കത്തിൽ മുകൾ ഭാഗത്തായി നാം കാണുന്ന 2 വരികളുണ്ട്. ഐ എം നോ ബേർഡ് ആൻഡ് നോ നെറ്റ് ensnares me. I am a free human being with an independent will. ഈ 2 വരികൾ ഷാർലറ്റ് ബ്രോണ്ട് എഴുതിയ 2 വരികളാണ്. വലിയ ആശയമുള്ള 2 വരികൾ. എന്താണ് അതിൻ്റെ സാരമായി വരുന്നത്? ഞാനൊരു പക്ഷിയല്ല, ഐ എം നോ ബേർഡ്, ആൻഡ് നോ നെറ്റ് ensnares me. ഒരു നെറ്റിനും ഒരു വലകൾക്കും എന്നെ ട്രാപ്പ് ചെയ്യാൻ, എന്നെ വീഴ്ത്താൻ, എന്നെ കെണിയിൽപ്പെടുത്താൻ കഴിയില്ല. ഐ എം എ ഫ്രീ ഹ്യൂമൻ ബീയിങ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ. ഞാനൊരു ഫ്രീ ഹ്യൂമൻ ബീയിങ് ആണ്. എന്താണ്? എനിക്ക് തൻ്റേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് വില്ലുണ്ട്. സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളും ചിന്തയുമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ട്രാപ്പ് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ആ അർത്ഥം ആ വരികളിലൂടെ പറയുന്നത്. ഇനി എബൌട്ട് ദ യൂണിറ്റിനെ കുറിച്ച് ഉള്ള ഒരു പരിചയപ്പെടുത്തലാണ്. അതിലേക്ക് പോകാം. There is an increasing realization and recognition that empowering women is an urgent need of the hour. In most countries, including India, social reformers and leaders have been doing a lot towards empowering women. Still, we have miles to go. This unit tells us how education, determination, and courage help women break the shackles of socio-cultural taboos. The unit comprises a speech, The 3 L's of Empowerment, by Christine Lagarde, the first woman finance minister of France, a poem, Any Woman, by Catherine Tynan, a story, Matchbox, by Asha Purna Devi, and an anecdote, Haragallu, by Sudha Murthy. സ്ത്രീ ശാക്തീകരണം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഇന്ത്യയടക്കമുള്ള അനേകം രാജ്യങ്ങളിൽ
സാമൂഹ്യ പരിഷ്കർത്താക്കളും നേതാക്കളും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നാഴിക നമുക്കിനിയും താണ്ടാനുണ്ട്. വിദ്യാഭ്യാസവും തീരുമാനങ്ങളും ധൈര്യവും സ്ഥൈര്യവും സ്ത്രീകളെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെ പ്രതിബന്ധങ്ങളെ പൊട്ടിച്ചെറിയാൻ സഹായിക്കും എന്ന് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 Ls ക്രിസ്റ്റിൻ ലഗാർഡ് എന്ന ഫ്രാൻസിലെ ആദ്യ വനിതാ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസംഗമാണ്. The 3 Ls of. But the message is very simple. We need a 21st century mentality for women's economic participation. We need to flush away the flotsam of ingrained gender inequality. It's not just a moral imperative. It's not only a political empowerment. It's an economic imperative. And I'll try to demonstrate that to you. 3 Ls of empowerment. അവരുടെ പ്രസംഗത്തിൽ എൽ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 3 പദങ്ങൾ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്ന് എടുത്തു പറയുന്നു. പഠനം, അധ്വാനം, നേതൃത്വം, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് എന്നിവയാണ് ആ പദങ്ങൾ. L's perspective, not L like in wings in French, although it could take us further. The L of learning, the L of labor, and the L of leadership. അവരുടെ അഭിപ്രായത്തിൽ ഏതൊരു മാറ്റത്തിൻ്റെയും അടിസ്ഥാനം എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുക വഴി സ്ത്രീകൾക്ക് അവരുടെ ശക്തിയെപ്പറ്റി അവബോധമുണ്ടാവുകയും വിവേചനത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ കഴിയുകയും ചെയ്യും. സ്ത്രീകളുടെ യഥാർത്ഥ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും നേട്ടങ്ങൾ കൊയ്യാനും അവരെ ശക്തരാക്കുന്നത് അവരുടെ അധ്വാനമാണ്. എന്നാൽ ഇന്നത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യനീതി ലഭിക്കുന്നില്ല. വേതനത്തിലും അന്തസ്സിലും ജോലി സ്ഥിരതയിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് താഴ്ന്ന പരിഗണനയെ ലഭിക്കുന്നുള്ളൂ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യവേതനം ലഭിച്ചേ പറ്റൂ. പിതൃസ്വത്തിൻ്റെ അവകാശത്തിലും സ്ത്രീകൾക്ക് തുല്യത വേണം. സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ അവർക്ക് വായ്പയും ലഭിക്കണം. നേതൃപാടവമാണ് പ്രസംഗക എടുത്തു പറയുന്ന മറ്റൊരു ഗുണം. ഇതുവഴിയാണ് ഒരു സ്ത്രീ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതും ജീവിതത്തിൽ ഉയർച്ച നേടുന്നതും. യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കാനും സ്ത്രീകൾ പ്രാപ്തരാണ്. സുഖജീവിത മേഖലകളിൽ നിന്നും സ്ത്രീകൾ ഇറങ്ങി വരണം. വെല്ലുവിളികളെ നേരിടണം. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ചെറുപ്രസംഗം സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെയും പ്രതീക്ഷകളെയും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എബൌട്ട് ദ യൂണിറ്റ് സെക്ഷൻ അത് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ പേജിൽ കാണാം ലെറ്റ്സ് ബിഗിൻ എന്നൊരു സെക്ഷൻ. Look at the collage given below. Identify the personalities and the fields they are related to. What are they famous for? എന്ന് കാണാം. അതിന് തൊട്ട് താഴെയായി 4 വിമൻസ് അവരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്മിത പാട്ടീൽ, ദ ഫേസ് ഓഫ് ന്യൂ ഇന്ത്യൻ സിനിമ. ഹെലൻ ബോഡൻ, ഡയറക്ടർ BBC ന്യൂസ് ഗ്രൂപ്പ്. തേർഡ് വൺ മേരി കോം ആൻഡ് ഫോർത്ത് JK റൗളിംഗ്. ഈ 4 ഇമ്പോർട്ടൻ്റ് ഫിഗേഴ്സിനെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ പോരാ, നാം ശരിക്കും മനസ്സിലാക്കണം. സ്മിത പാട്ടീൽ 1955 ജനിച്ച് 1986 മൃതിയടഞ്ഞ ഇന്ത്യൻ ടെലിവിഷൻ അവതാരകയും സിനിമാ താരവുമായിരുന്നു. തൻ്റെ അഭിനയ മികവ് കൊണ്ട് പ്രശംസ നേടിയ സ്ത്രീയായിരുന്നു അവർ. 1985 പത്മശ്രീ അവാർഡ് നേടി. പൂനെയിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു.
സെക്കൻഡ് പിക്ചറിലുള്ളത് ഹെലൻ ബോഡൻ. 1956 ജനിച്ചു. BBC എക്സിക്യൂട്ടീവ് ആയി 30 വർഷം BBC വർക്ക് ചെയ്തിട്ടുണ്ട്. 2013-2016 കാലയളവിൽ BBC റേഡിയോ ഡയറക്ടറായി. 2013 UK-യിലെ ഏറ്റവും കരുത്തരായ 100 സ്ത്രീകളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. BBC ന്യൂസ്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ന്യൂസ്, BBC ന്യൂസ്. തേർഡ് പിക്ചറിലുള്ളത് മേരി കോം, ഇന്ത്യൻ ഒളിമ്പിക് ബോക്സറാണ്. 8 തവണ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടിയ ഏക താരമാണ്. മാഗ്നിഫിസൻറ്റ് മേരി എന്ന് നിക്ക്നെയിം വിളിക്കാറുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സർ. അതുപോലെ 2018 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയ പ്രഥമ വനിതാ ബോക്സറാണ്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി നോമിനേറ്റ് ചെയ്ത് രാജ്യസഭ MP ആയി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ അവാർഡുകൾ നേടിയിട്ടുണ്ട് മേരി കോം. ഫോർത്ത് പിക്ചറിലുള്ളത് JK റൗളിംഗ്. 1965 ജനനം. ബ്രിട്ടീഷ് രചയിതാവാണ്, നിർമ്മാതാവ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഹാരി പോട്ടർ ഫാൻറ്റസി സ്റ്റോറീസ് പ്രശസ്തമാണ് റൗളിങ്ങിൻ്റേത്. 500 മില്യണിലേറെ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട വേൾഡിലെ തന്നെ ഫസ്റ്റ് പുസ്തക പരമ്പരയാണ് ഹാരി പോട്ടർ. റോബർട്ട് ഗാൽബ്രൈറ്റ് എന്ന പേരിൽ ക്രൈം ഫിക്ഷനും എഴുതുന്നുണ്ട് JK റൗളിംഗ്. ലൂമസ് എന്ന ചാരിറ്റിയിൽ പ്രവർത്തിക്കുന്നു. ഒരുപാട് അവാർഡുകളും ബഹുമതികളും നേടിയിട്ടുണ്ട് JK റൗളിംഗ്. അപ്പോൾ ഈ 4 ഫിഗേഴ്സിലൂടെ ഇവിടെ പറയുന്നത് എന്താണ്? സ്ത്രീകൾക്കും ഉന്നത സ്ഥാനങ്ങളിലും ബഹുമതികളും നേടാൻ സാധിക്കുമെന്നാണ്. അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അത് നടക്കുമെന്നാണ് ഇവിടെ തെളിയിക്കുന്നത്, പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 9, The 3 L's of Empowerment. അതിൻ്റെ തൊട്ടുമുകളിൽ 4 വരികൾ കാണാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ടൈറ്റിലിൽ. Emancipation and empowerment of women is of prime importance in every society. ഏതൊരു സമൂഹത്തിലെയും പ്രധാനമായൊരു വസ്തുതയാണ് സ്ത്രീ ശാക്തീകരണവും അവരുടെ വിമോചനവും. In our country, we have achieved partial success, but we still have a long way to go. നമ്മുടെ രാജ്യത്തും നമ്മൾ ഈ വിഷയത്തിൽ ഭാഗിക വിജയം നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. What should we do to achieve this goal? ഈ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി നാം എന്ത് ചെയ്യും? നമുക്കെന്ത് ചെയ്യാൻ കഴിയും? Here is a speech on the requisites of women empowerment. Read on. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകതയെ ഊന്നിക്കൊണ്ടുള്ള ഒരു സ്പീച്ച്, ഒരു പ്രസംഗമാണ്. The 3 L's of Empowerment. Good afternoon. It is great to be among friends and kindred spirits. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. തൻ്റെ ഫ്രണ്ട്സിൻ്റെയും സമാന മനസ്കരുടെയും ഇടയിൽ നിൽക്കുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നത്. പുതിയ ചിന്താഗതികൾ ആവശ്യമുള്ള,
പല വെല്ലുവിളികളും ചാലഞ്ചസും നമ്മുടെ മുന്നിലുള്ള ഒരു കാലമാണ് 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ട്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തിക റോളിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. വളരെ റാപ്പിഡ്ലി ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത്. പക്ഷേ ഇന്ന് സ്ത്രീകൾക്ക് അവരുടെ കഴിവുകളെ പുറത്തെടുക്കാൻ പല തടസ്സങ്ങളും നേരിടുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഈ വിലക്കുകൾക്ക് വലിയ വില കൊടുക്കണം. പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം സ്ത്രീകൾക്ക് അവസരങ്ങൾ ലഭിക്കാത്തതാണ്. വേൾഡ് പോപ്പുലേഷൻ്റെ പകുതിയും സ്ത്രീകളാണ്. പക്ഷേ അവരുടെ എക്കണോമിക് കോൺട്രിബ്യൂഷൻ 50%-ലും കുറവാണ്. അവർക്ക് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നില്ല. ഇതിന് മാറ്റം വരണമെങ്കിൽ 3 Ls അവർ സജസ്റ്റ് ചെയ്യുന്നു. ലഗാർഡ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നു: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. First, about learning. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Now here is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ലേണിംഗ് അഥവാ എഡ്യൂക്കേഷൻ, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഏതൊരു സമൂഹത്തിൻ്റെയും മാറ്റം വരുത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വസ്തുതയാണ് വിദ്യാഭ്യാസം എന്നത്. ഈ വിദ്യാഭ്യാസം, ലേണിംഗ്, സ്ത്രീകളെ അവരുടെ തടസ്സങ്ങളെ തകർക്കാൻ സഹായിക്കുന്നു. ഷാക്കിൾസ്, അവരുടെ ആ തടസ്സങ്ങളെ തകർക്കാൻ സഹായിക്കുന്നു. ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട്. എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുവെങ്കിൽ അതൊരു വ്യക്തിയെ ഉണ്ടാക്കലാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം നൽകുന്നതെങ്കിൽ അതുപോലെ നിങ്ങളൊരു വില്ലേജ്, ഒരു ഗ്രാമത്തിനാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ്. If learning is just the first step, labor is the second. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. Surely, one of our most basic norms should be equal pay for equal work. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. വിമൻ എംപവർമെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലേബർ. ഇത് സ്ത്രീകളെ മെച്ചപ്പെടാനും അവരുടെ ശരിയായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും സഹായിക്കുന്നു. ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ പേയ്മെൻറ്റ്സും സ്റ്റാറ്റസും സെക്യൂരിറ്റിയും നോക്കിയാൽ വളരെ താഴ്ന്ന നിലയിലാണ്. ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിട്ടും സ്ത്രീകൾ പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ 3/4 മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. ഏറ്റവും ബേസിക്കായ ഒരു നിയമമാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. ഈ അടുത്ത് നടന്ന റിസർച്ച് കാണിക്കുന്നത് എക്കണോമിക് പാർട്ടിസിപ്പേഷനുകളിലെ ജെൻഡർ ഗ്യാപ്പ് ഒഴിവാക്കുന്നതിലൂടെ പെർ ക്യാപിറ്റ ഇൻകം
വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. It also means policies that encourage education and health care. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. നെക്സ്റ്റ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ അഥവാ തൊഴിലിടങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. നമ്മുടെ പല നിയമങ്ങളും മാറേണ്ടിയിരിക്കുന്നു. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് നിയമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ ക്രെഡിറ്റ് അതായത് കടമെടുക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്ക് നൽകണം. അതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ എക്കണോമിക് ഇൻഡിപെൻഡൻസ് അത് ലഭിക്കുന്നു. The third L is leadership. That enables women to rise and fulfill their innate abilities and talents. Here, there is plenty of room for improvement. The irony is that when women lead, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. It is true that women sometimes lack the confidence to match their competence, but they need to change that mindset and reset the narrative in their favor. So it is essential that women be ready to dare the difference, to take risks and step outside their comfort zones. Nonetheless, even those with the drive to succeed continue to face barriers. Whether we are talking about providing primary education for girls in a village or executive positions for women in business. തേർഡ് എൽ ആണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് സ്ത്രീകളുടെ ഇന്നേറ്റ് എബിലിറ്റീസ്, ദാറ്റ് മീൻസ് അവരിൽ അന്തർലീനമായിട്ടുള്ള ജന്മവാസനകൾ, അതുപോലെ ടാലൻസ് ഒക്കെ വളർത്താൻ സഹായിക്കുന്നു. ലീഡർഷിപ്പിലൂടെ സ്ത്രീകളുടെ ഇംപ്രൂവ്മെൻറ്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. സ്ത്രീകൾ എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായ ഡിസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ചിലപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ കോമ്പീറ്റൻസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് കുറയുന്നു. അതിനാൽ സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം. ഡെയർ ദി ഡിഫറൻസ്, വ്യത്യസ്തതകളെ വളരെ ധൈര്യത്തോടെ നേരിടാൻ അവർക്ക് കഴിയണം. റിസ്ക് എടുക്കാനും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനും അവർക്ക് കഴിയണം. പക്ഷേ അവർക്ക് പല തടസ്സങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. ഒരു ഗ്രാമത്തിൽ ഗേൾസിന് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻ നൽകുമ്പോഴും ഇങ്ങനെയുള്ള ബാരിയേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾക്കനുസരിച്ച് വളരുവാനുള്ള ഒരു ലോകം സൃഷ്ടിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. Thank you very much. അതായത് എല്ലാ സ്ത്രീകൾക്കും, ഏതൊരു വിമൻസിനും അവരുടെ കഴിവുകൾ, അവരുടെ ടാലൻസ് അത്
വളരുവാനുള്ള ഒരു ലോകം സൃഷ്ടിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ ലോകത്തിന് അതിൻ്റെ നേട്ടം ലഭിക്കും. 3 Ls അഥവാ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആ ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മെ സഹായിക്കുമെന്നാണ് ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത്. ഈ സ്പീച്ചിൻ്റെ അവസാനത്തിൽ ക്രിസ്റ്റ്യൻ ലെഗാർഡ് പറയുന്നത്, ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ എന്നാണ്. നമ്മൾ വ്യത്യാസങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടാൽ ആ ഡിഫറൻസ് നമ്മെ രക്ഷിക്കുമെന്നാണ് ലെഗാർഡ് പറയുന്നത്. ഇതോടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാൽ തുടർന്നുള്ള ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ബൈ.